ഷെടാ, ഇവനിതെവിടെ പോയി? ദേവാ. ആ, എന്താ നാത്തൂനെ? അല്ല ഏട്ടത്തി, ദേവനിതെവിടെ പോയി? ദേവനോ? അവൻ പുറത്തേക്ക് പോയല്ലോ, നീ കണ്ടില്ലേ? അവൻ പോയോ? ഷെടാ, പുറത്തു പോവാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞതാ. ഏ, എന്നിട്ട് അവൻ പറയാതെ പോയോ? അല്ല, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ഞാൻ അവനെ വിളിക്കാം. അത് പിന്നെ ഏട്ടത്തി, ശ്രീകുട്ടിക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കാനായിരുന്നു. ടൗണിൽ പോകുമ്പോൾ അതൊന്ന് ചെയ്തേക്കണേന്ന് ഞാൻ അവനോട് പറഞ്ഞതാ. ആ, ചുമ്മാ അതല്ല അവൻ പറയാതെ പോയത്. എൻ്റെ ജാനകി, നിന്നോട് അവൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ ശ്രീകുട്ടിയുടെ കാര്യം എന്താന്ന് വെച്ചാൽ അവൻ നോക്കിക്കൊള്ളാന്ന്. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഈ തയ്ച്ചുണ്ടാക്കുന്ന പൈസ വെറുതെ ചിലവാക്കാൻ നിൽക്കുന്നത്? അതല്ല ഏട്ടത്തി, എല്ലാത്തിനും അവനിങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാ. അവൻ്റെ പെണ്ണിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് അവൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിച്ചോളും. എന്തായാലും ഇതിനായിട്ട് ഞാൻ അവനെ വിളിക്കാൻ പോണില്ല. എന്നാലും അത് ശരിയാവില്ല ഏട്ടത്തി. ഓരെന്നാലും ഇല്ല. ദേ, അടുത്ത ആഴ്ച ശ്രീകുട്ടി ഇങ്ങ് വരില്ലേ? പിന്നെ എന്തിനാ നീ അവളുടെ ചെലവിൻ്റെ കാര്യം ആലോചിച്ച് ഈ തല പോയ്ക്കാൻ നിൽക്കുന്നത്? അവൾക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ചെയ്തോളും. അതുകൊണ്ടല്ല ഏട്ടത്തി, അവൾക്ക് നാട്ടിലേക്ക് വരാനുള്ള ബസ്സെങ്കിലും ബുക്ക് ചെയ്യാമല്ലോ. അതിനെങ്കിലും ഈ പൈസ ഉപകാരപ്പെടുമല്ലോ, ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ. അതൊക്കെ ദൈവം നേരത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അവൻ്റെ കാര്യം നിനക്കും അറിയാവുന്നതല്ലേ. ശ്രീകുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ഇന്നേ വരെ അവൻ വരുത്തിയിട്ടുണ്ടോ? നീ ഇങ്ങോട്ട് വരാൻ നോക്ക് പെണ്ണേ. അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുക, അപ്പോഴാവള് നിന്ന് കിന്നിരിക്കുന്നത്. ഹരിക്കുഞ്ഞെ, ആ, എന്താ രാമേട്ടാ? അല്ല, ദേവൻകുഞ്ഞ് ഇതുവരെ വന്നില്ലേ? അവനിന്ന് ടൗൺ വരെ പോയിട്ടേ വരൂ. അവൻ്റെ ശ്രീകുട്ടിയില്ലേ, അവൾ അടുത്ത ആഴ്ചയാണ് വരുന്നത്. അതിൻ്റെ തിരക്കിലാ കക്ഷി. ആ, പറഞ്ഞു തീർന്നില്ലല്ലോ, ആളിങ്ങെത്തിയല്ലോ. ദേവൻകുഞ്ഞ് ചന്തയിൽ പോയതാണോ? ആ, എന്താ രാമേട്ടാ? അല്ല, ഫാമിലേക്കുള്ള കാലിത്തീറ്റയുടെ കാര്യം എന്തായി? കുഞ്ഞ് വാങ്ങിയായിരുന്നോ? ലോഡിപ്പോൾ വരും. രാമേട്ടനെ ഫാമിലേക്ക് ചെല്ല്. ശരി കുഞ്ഞെ. അല്ല, പോയ കാര്യം എന്തായി? ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തോ മുറച്ചെറുക്കൻ? ഡാ വേണ്ട കേട്ടോ. അല്ല, ഈ വരവിനെങ്കിലും രണ്ടിൻ്റെയും കെട്ടി അങ്ങ് കാണാൻ പറ്റുമോ? അയ്യടാ, അത് പറഞ്ഞപ്പോൾ ചെക്കൻ്റെ കവിളൊക്കെ അങ്ങ് ചുവന്ന് തുടുത്തല്ലോ. ഓ, ഇവനെ കൊണ്ട്. ഡാ, നീ പോയിട്ടേ ആ തെങ്ങിന് തടവെടുക്കാൻ നോക്ക്. ഞാൻ പോയിക്കോളാം. ഹലോ. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഗോപുരം നീളെ 1000 ദീപം ഉരുകി ഉരുകി മെഴുകുതിരികൾ ചാർത്തും മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തും. മെല്ലെ ഞാനും കൂടെ പാടും. ആ, ആരിത്? ടീച്ചറോ? എന്താണ് ദേവേട്ട, സുഖം തന്നെയല്ലേ? ഓ, എനിക്ക് എന്തോന്ന് സുഖക്കുറവ്. അല്ല, എന്നും എന്നോടിത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ടീച്ചർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വരുന്നത്? അതെന്താ ദേവേട്ട, ഞാനൊന്ന് ചോദിക്കാനും പാടില്ലേ? അല്ല, നമുക്ക് ഇഷ്ടമുള്ളവരുടെ വിശേഷങ്ങൾ തിരക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, അതില്ല. എന്നാലും
വിശേഷങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ടാണോ ടീച്ചർ ഇതുവഴി കറങ്ങി വീട്ടിൽ പോകുന്നത്? ടീച്ചറിൻ്റെ വീട്ടിൽ പോകാൻ ഇതിലും എളുപ്പ വഴി വേറെ ഉണ്ടല്ലോ. പിന്നെന്തിനാ ടീച്ചർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ആ, എൻ്റെ ബുദ്ധിമുട്ട് ദേവേട്ടന് മനസ്സിലായല്ലോ. എന്നിട്ടും മനസ്സിലാക്കേണ്ടവരൊന്നും മനസ്സിലാക്കുന്നില്ല. അതൊക്കെ മനസ്സിലാവുന്നുണ്ട് ടീച്ചറെ. പിന്നെ മനസ്സിലാകാത്ത പോലെ അങ്ങ് അഭിനയിക്കുന്നതല്ലേ. ഡാ, നീ എന്തിനാ വെറുതെ അവിടെ കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? ദേ, വന്നെന്നെ സഹായിക്കാൻ നോക്ക്. അതെ, ഞാൻ സഹായിച്ചാൽ മതിയോ? എന്ത്? അല്ല, വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ സഹായിക്കാം. ഓ, ടീച്ചർ അത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ട. ദേ, നല്ല മഴക്കോളുണ്ട്. അതുകൊണ്ട് നനയാൻ നിൽക്കാതെ ടീച്ചർ വീട്ടിൽ പോകാൻ നോക്ക്. അല്ലേലും ഞാൻ പോവാ. എന്തിനാടാ ആ പാവത്തിന് ഇങ്ങനിട്ട് വട്ട് കളിപ്പിക്കുന്നത്? ദേ നോക്ക്, എത്ര നാളായി അവൾ ഈ നടപ്പ് തുടങ്ങിയിട്ട്. കഷ്ടമുണ്ട് കേട്ടോ. ഇത്രയൊന്നും ബലപ്പെടുത്തതിൻ്റെ ആവശ്യമില്ല. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം പൊന്നുമോ മഴയ്ക്ക് മുമ്പ് ഈ പണിയൊക്കെ തീർക്കാൻ നോക്ക്. അമ്മായി, ചായ. ആ, ദാ വരുന്നു. നീ കുളി കഴിഞ്ഞ് വന്നായിരുന്നോ? ആ, എന്താ അമ്മേ? അല്ല, ശ്രീകുട്ടിയുടെ ടിക്കറ്റൊക്കെ നീ ബുക്ക് ചെയ്തായിരുന്നോ? ആ, അതൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തല്ലോ. എന്താ അമ്മേ? നാത്തൂൻ രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പൈസയും കൊണ്ട് നിന്നെ തിരക്കി ഇവിടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഷെടാ, അമ്മായിയുടെ എത്ര പറഞ്ഞാലും മനസ്സിലായില്ലേ? ശ്രീകുട്ടിയുടെ കാര്യം ചെയ്യാനല്ലേ ഞാനിവിടെ ഉള്ളത്. പിന്നെന്തിനാ അമ്മായി ബുദ്ധിമുട്ടുന്നത്? അത് മോനെ. ദേ, ഇപ്പൊ ചെയ്തതോ ചെയ്ത്. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താ നാത്തൂനെ ഇത്? ഞാൻ പറഞ്ഞതല്ലേ ഇതേപ്പറ്റി ദേവനോടൊന്നും ചോദിക്കരുതെന്ന്. നിനക്കേ 2 വഴക്കിൻ്റെ കുറവുണ്ട്. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, അതാ അവന് പിടിച്ചു കൊടുത്തത്. രാധേ, ആ, എന്താ ഏട്ടാ? ദേവൻ എന്തേ? അവൻ വന്നോ? ദേവൻ റൂമിലുണ്ട്. എന്താ ഏട്ടാ, വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ദേവാ. ആ, എന്താ അച്ഛാ? നീ ചായ കുടിച്ചോ? കുടിച്ച്. എന്താ അച്ഛാ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ ഞാനിന്ന് പുറത്തു പോയപ്പോൾ ആ പണിക്കരെ ഒന്ന് കണ്ടായിരുന്നു. ഈ വരുന്ന ചിങ്ങത്തിലേ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാ പണിക്കര് പറഞ്ഞത്. ഇനിയും നമുക്ക് ഈ ചടങ്ങ് ഇങ്ങനെ വെച്ച് വൈകിപ്പിക്കണോ? ശ്രീകുട്ടി വന്ന ഉടനെ നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? ആദ്യം അവളിങ്ങ് വരട്ടെ അച്ഛാ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. ഇനി ഇതിലെന്ത് തീരുമാനിക്കാനാടാ? എല്ലാം പണ്ടേ പറഞ്ഞുറപ്പിച്ചതല്ലേ. എന്നാലും ശ്രീകുട്ടി വന്നിട്ട് മതി. അവളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് അതുകൂടെ അറിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. ദേവാ, എന്താടാ ഈ ബന്ധത്തില് ശ്രീകുട്ടിക്ക് താല്പര്യമില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനല്ല അച്ഛാ. പിന്നെന്താ, കല്യാണ വിഷയം വരുമ്പോ നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഒഴിഞ്ഞു മാറുന്നതല്ല അച്ഛാ. വിവാഹം എന്ന് പറയുന്നത് അത് 2 പേരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഉറപ്പായി ശ്രീകുട്ടിയുടെ പൂർണ്ണ സമ്മതം വേണം. അവളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അവളല്ലേ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൾ വന്നതിന് ശേഷം മതി എല്ലാം. എന്ത് തീരുമാനമാണെങ്കിലും അത് അവൾ വന്നതിന് ശേഷം മാത്രം മതി. അപ്പോൾ ഈ മുഹൂർത്തം ഇനിയും വരും അച്ഛാ. അതിലൊന്നും വലിയ കാര്യമില്ല. ഞാനെന്തായാലും പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നിന്റെ തീരുമാനം ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഏട്ടത്തി, ദേ ഇതിന് ഉപ്പുണ്ടോയെന്ന് നോക്കിക്കേ. ആ, ഞാൻ ദാ വരുന്നു. നീ ആ പപ്പടം എടുത്ത് കാച്ചി വെക്ക്. കൊച്ചിപ്പിങ് എത്തും. ഇവളിത് എന്ത് ഭാവിച്ചിട്ടാ ഏട്ടത്തി? ദേവൻ കൂടുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു മനസമാധാനം ആയേനെ. വിളിക്കാൻ അവൻ ചെല്ലണ്ടാന്ന്
ശ്രീകുട്ടി പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഇനി ആ പെണ്ണ് ഒറ്റയ്ക്ക് വരണ്ടേ? അവൾ അതിന് കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. വന്നേ, ഞാൻ പറയുന്നതൊന്നും ആ പെണ്ണിപ്പോൾ കേൾക്കില്ല. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ദേവൻ എങ്ങോട്ട് പോയി? ആ, അവൻ ഹരി വിളിച്ചിട്ട് പോയതാ. പയറുതോട്ടത്തിലെന്തോ വെള്ളം കയറിയെന്ന്, അത് വെട്ടിവിടാൻ പോയതാ. കാലം തെറ്റിയുള്ള മഴയില്ലേ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മോളെ, ആഹാ, എൻ്റെ അമ്മക്കുട്ടി ഇവിടെ നിൽപ്പോൾ ഉണ്ടായിരുന്നോ? എൻ്റെ കുറുമ്പിക്ക് അമ്മയെ മാത്രം മതിയോ? അമ്മായി, ഷോ, അങ്ങ് ക്ഷീണിച്ച് വല്ലാണ്ടായിപ്പോയി. നീ ഒന്നും കഴിക്കത്തില്ലേ കുഞ്ഞേ? ഈ കുണ്ടുമുളക് പോലിരിക്കുന്ന എന്നെ കണ്ടിട്ടാണോ ക്ഷീണിച്ച് പോയെന്ന് അമ്മായി പറയുന്നത്? ഹലോ, ഇതാരാ മോളെ? ഇതെൻ്റെ ഫ്രണ്ടാ അമ്മായി. ഞാൻ നാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോഴേ പെട്ടിയും കിടക്കയും പറക്കി എൻ്റെ കൂടെ കൂടിയതാ. അവന് ഈ നാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെന്ന്. അത് നന്നായി. നിനക്ക് ഇവിടം വരെ കൂട്ടിന് ആളുണ്ടായിരുന്നല്ലോ. മോൻ വാ, കയറിയിരിക്കേ. അല്ലമ്മായി, അമ്മാവനെന്തേ? ഇത്രയും നേരം നിന്നെ നോക്കിയതേ ഉമ്മറത്ത് തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ദേ കുളിക്കാൻ പോയതാ. മോളെ ശ്രീകുട്ടി, എത്തിയോ എൻ്റെ ചക്കരക്കുട്ടൻ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളിതേ അടിച്ചു പൊളിച്ചാ വന്നത്. അല്ല, ഇതേതാ ഒരു പുതുമുഖം? ശ്രീകുട്ടിയുടെ കൂടെ പഠിക്കുന്നതായിട്ടാ. നമ്മുടെ നാടൊക്കെ കാണാൻ വന്നേക്കുവാ. ഹായ് അങ്കിൾ. നമസ്കാരം. വാ മുഹമ്മദ്, ഇരിക്ക്. രാധേ, കുട്ടികൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഞാൻ പോയി ഈ ഷർട്ടൊക്കെ മാറിയിട്ട് വരാം. മക്കളെ, നിങ്ങൾ ഇരുന്ന് വല്ലതും കഴിക്ക്. ഇനി കഴിച്ചിട്ട് മതി ബാക്കി സംസാരമൊക്കെ. അമ്മേ, എന്താടി? അല്ല, ദേവേട്ടൻ എന്തേ? അവനോ, പാടത്തെ വെള്ളം കയറിയേ ഹരി കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ചാല് വെട്ടിവിടാൻ പോയേക്കുക. പാവൻ്റെ കുഞ്ഞ്, ഈ നശിച്ച മഴ കാരണം അതിനാ മനസ്സമാധാനം ഇല്ലാത്തത്. ഒരു മാറ്റമില്ലേ മനുഷ്യന്. ഏയ് ശ്രീ, ആരായി ദേവൻ? എടപ്പോട്ടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവേട്ടനെ പറ്റി? ഓ, നിന്റെ ഗാർഡിയൻ ഏഞ്ചല്. അമ്മായി, ശ്രീകുട്ടി, നീ വന്നോ? അല്ല, എപ്പോ ഒന്ന്? ഞാനിവിടെ കുറേ നേരം കാത്തു നിന്നതാ. എന്ത് ചെയ്യാനാ, അതിൻ്റെ ഇടയ്ക്ക് മഴ വന്ന്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, പെട്ടെന്ന് പാടത്തേക്ക് പോകേണ്ടി വന്ന്. ഹലോ, താനിതെങ്ങോട്ടേ കയറി പോകുന്നത്? തനിക്ക് ഒട്ടും മാനേഴ്സ് ഇല്ലേ? ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് ഇങ്ങനാണോ? ഇങ്ങനെ ചെളിയിലിറങ്ങിയാൽ എന്തൊക്കെ രോഗങ്ങൾ വരുമെന്ന് തനിക്കറിയോ? ഇത്തിരിയെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഹലോ മിസ്റ്റർ, ഞാൻ തന്നോടായി സംസാരിക്കുന്നത്. ഹർഷ, ഒന്ന് നിർത്ത്. എന്ത് കോലമാ ദേവേട്ട ഇത്? ശ്രീകുട്ടി, അത് മതി, പോയി കുളിച്ചിട്ട് വരാൻ നോക്ക് ദേവേട്ട. ഓ, ഇതാണോ നിന്റെ ദേവേട്ടൻ? ഞാൻ വിചാരിച്ചു വേറെ വല്ലവരും ആണെന്ന്. എന്താ ബ്രോ ഇത്? ശ്രീ പറഞ്ഞപ്പോൾ അവളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് പിന്നെ ശ്രീകുട്ടി വന്നോന്നറിയാൻ പെട്ടെന്ന് ഓടിക്കേറി വന്നതാ. സോറി. ദേവേട്ട, പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ. മോനിങ് വന്നേ, അമ്മായി തല തോർത്തി തരാം. എൻ്റെ കുഞ്ഞ് ഒരുപാട് നനഞ്ഞല്ലോ.
ഏയ് അത് സാരമില്ല അമ്മായി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഹർഷ, നീ എൻ്റെ കൂടെ നിന്ന് വന്നേ. ദേവാ, അമ്മായി പോയി ആഹാരം എടുത്ത് വെക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. എന്തു പറ്റി രാധേ? എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ കേട്ടത്? അല്ല, ദേവൻ വന്നോ? ആ ഏട്ടാ, അവൻ കുളിക്കാൻ പോയി. അല്ല, ശ്രീകുട്ടി ആ പയ്യനും എന്തേ? അവരിതുവരൊന്നും കഴിച്ചില്ലേ? ഇല്ല ഏട്ടാ, അവരെന്തോ സംസാരിക്കാൻ വേണ്ടി പോയതാ. ഓ, എന്നാ നീ ആഹാരം എടുത്ത് വെക്ക്. എന്താ ഹർഷ ഇത്? നീ എന്തിനാ ദേവേട്ടനോട് ചൂടായത്? എടി, അത് പിന്നെ പുള്ളിയെ ആ കോലത്തിൽ കണ്ടപ്പോൾ നമ്മളൊക്കെ ഡോക്ടേഴ്സ് അല്ലേ, ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ മിണ്ടാതിരിക്കുന്നത്? എടാ, ഇതൊരു വില്ലേജാ, ഇവിടുത്തെ ആൾക്കാരും ഇങ്ങനാ. നീ വിചാരിക്കുന്നത് പോലെ ഇത് ബാംഗ്ലൂർ സിറ്റി അല്ല. ഐ നോ ശ്രീ, ബട്ട് അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ നമ്മൾ ട്രൈ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അതിന് ദേവേട്ടൻ എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയുന്നത്? പിന്നെ പുള്ളി തെറ്റ് ചെയ്യാതാണോ നീ അയാളോട് ചൂടായത്? ഞാൻ ചൂടായത് അതിനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അല്ല, പിന്നെ നീ എന്തിനാ ചൂടായത്? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. പിന്നെ ഇനി മേലെ ദേവേട്ടനോട് ഇങ്ങനെ സംസാരിക്കരുത്, അതെനിക്കിഷ്ടമല്ല. ഓ ശരി, നിന്റെ ഗാർഡിയൻ ഏഞ്ചലിനോടെ ഇനി ഞാൻ ചൂടാവില്ല, പോരെ? ആ പിന്നെ ദേവേട്ടനെ ഒരു കർഷകനാ, അല്ലാതെ നിന്നെപ്പോലെ ഡോക്ടറൊന്നും അല്ല. കൃഷിക്കാരന് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ മണ്ണാ. ആ മണ്ണ് ഒരിക്കലും അവനെ ചതിക്കില്ല. അവർക്കൊരു അസുഖങ്ങളും അതിൽ നിന്ന് വരുത്തതുമില്ല. മനസ്സിലായോടാ പൊട്ടാ? മനസ്സിലായേ. എന്നാ വാ, ഇനി ഫുഡ് കഴിക്കാം. ദേവാ, ആ എന്താ അമ്മായി? എത്ര നേരമായി ചെറുക്ക ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്? വാ, വന്ന് വല്ലതും കഴിക്ക്. അല്ല, ശ്രീകുട്ടി കഴിച്ചോ? ആ, അവളും ആ പയ്യനും എപ്പോഴേ കഴിച്ച്. നീ വന്ന് കഴിക്കാൻ നോക്ക് ചെക്ക. എനിക്ക് വിശപ്പില്ല അമ്മായി, ഞാൻ പിന്നെ കഴിച്ചോളാം. അല്ല, അമ്മായി അമ്മയും കഴിച്ചോ? നീ ഇല്ലാതെ ഞങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഏട്ടത്തി ദേ ആഹാരം എടുത്തു വെക്കുക. അതുകൊണ്ട് പൊന്നുമ്മ മര്യാദയ്ക്ക് വരാൻ നോക്ക്. ദേ, നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാ സമയത്ത് വല്ലതും കഴിക്കണമെന്ന്. ഓരോരോ അസുഖങ്ങളും വെച്ചിട്ട് നേരത്തെ ആഹാരം കഴിക്കാതിരുന്ന എങ്ങനാ? അതെ, ഇത് നിനക്കും കൂടി ബാധകമാ. രാപകലില്ലാതെ ഇങ്ങനെ പണിയെടുത്താൽ മാത്രം പോരാ, അവനവൻ്റെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. ചിരിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ നോക്ക് ചക്ക. ആ പിന്നെ ഈ ഇരിപ്പ് എന്തിൻ്റെ പേരിലാണെന്നേ എനിക്കറിയാം. ആ ചക്കൻ്റെ വർത്താനം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഇന്നവൻ പറഞ്ഞത് പറഞ്ഞ്, ഇനി അതവനൊന്ന് ആവർത്തിച്ച് നോക്കട്ടെ. ബാക്കി എന്ത് ചെയ്യണമെന്നേ നിൻ്റെ അമ്മായിക്കറിയാം. അമ്മായി വേണ്ടാട്ടോ. എന്ത് വേണ്ടെന്ന്? ഇന്ന് ശ്രീകുട്ടി ഇടയ്ക്ക് കയറി വന്നതുകൊണ്ടാ, ഇല്ലെങ്കിൽ എൻ്റെ വായിരിക്കുന്നത് ആ ചെക്കൻ കേട്ടേനെ. അങ്ങനൊന്നും പറയാതമ്മായി. അതേ, നമ്മുടെ ശ്രീകുട്ടിയുടെ കൂട്ടുകാരനാ. അതുമല്ല, ഇപ്പം നമ്മുടെ വീട്ടിലെ അതിഥിയും. അതിഥി ദൈവത്തിന് തുല്യമാണെന്നാ. അതുകൊണ്ട് ആ പയ്യൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഓ, നിൻ്റെ അടുത്തൊന്നും ഞാൻ ഇത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ ആരും നോവിച്ച് പതിവില്ലല്ലോ. അമ്മായി ഇങ്ങോട്ട് വന്നേ, നമുക്ക് ആഹാരം കഴിക്കാം. ഹായ് ബ്രോ. അല്ല, രാവിലെ എന്താ പാടത്തേക്ക്? ആഹാരമൊക്കെ കഴിച്ചോ? അതൊക്കെ വയറ് നിറച്ച് ദേവേട്ടൻ്റെ അമ്മ എന്നെ കഴിപ്പിച്ചിട്ടുണ്ട്. ഓ സോറി, എനിക്ക് ദേവേട്ടാന്ന് വിളിക്കാമല്ലോ അല്ലേ? പിന്നെന്താ, വിളിച്ചോ. അല്ല, എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഏയ്, ഞാൻ ചുമ്മാ വന്നതാ. രാവിലെ ചോദിച്ചപ്പോൾ ആൻറ്റിയാ പറഞ്ഞത് ദേവേട്ടൻ പാടത്തേക്ക് പോയെന്ന്. പിന്നെ ഇന്നലെ ആ ഇൻസിഡൻറ്റിന് ശേഷം ഒന്ന് കാണാൻ കൂടി പറ്റിയില്ലല്ലോ, അതാ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. ഏയ്, അത് സാരമില്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനല്ലേ സോറി പറയേണ്ടത്? അതിന് ഏട്ടൻ ഇന്നലെ തന്നെ സോറി പറഞ്ഞതല്ലേ. ബട്ട് ഞാൻ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തു പോയി. ദൈവേട്ടൻ അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഐ ആം സോറി.
അയ്യോ, അതൊന്നും സാരമില്ല, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ദേവാ. ആ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? ഉം, അല്ല, ഇതാരാ? ഹായ്, എൻ്റെ പേര് ഹർഷൻ. ഞാൻ പറഞ്ഞില്ലേ, ശ്രീകുട്ടിയുടെ കൂട്ടുകാരനാ. ഓ, ദേവൻ പറഞ്ഞായിരുന്നു. അല്ല, ഡോക്ടർ എന്താ ഈ വഴിക്ക്? ഏയ്, ഞാൻ വെറുതെ ദേവേട്ടനെ നോക്കി വന്നതാ. ശരിയെന്നാ, നിങ്ങൾ സംസാരിക്ക്, എനിക്കിത്തിരി പണിയുണ്ട്. ദേവേട്ടൻ്റെ ഫ്രണ്ടാണല്ലേ? ആ, അതെ. താനെന്നാ വീട്ടിലേക്ക് പൊക്കോ. ഇത്തിരി നേരം കൂടി കഴിഞ്ഞാലേ വെയിലിന് നല്ല ശക്തി കൂടും. ഹർഷൻ ഇതൊന്നും ശീലമില്ലാത്തതല്ലേ. അയ്യോ, ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി. എന്താടോ? അത് പിന്നെ, ഞാൻ ശ്രീയുടെ കൂടി ഇങ്ങോട്ട് വന്നതേ ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ കൂടിയാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? അയ്യോ, ഹർഷൻ എന്താന്ന് വെച്ചാൽ പറ, ഞാൻ ചെയ്തു തരാം. അല്ല, ദേവേട്ടന് വിരോധമില്ലെങ്കിൽ എന്നെ ഇവിടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കാവോ? ഏട്ടൻ ഫ്രീ ആകുമ്പോൾ മതി. ഇതായിരുന്നോ? വൈകിട്ടേ വെയിലൊക്കെ താന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാം. ഓ, താങ്ക് യു സോ മച്ച് ഏട്ടാ. എന്നാ ശരി, ഇനി താൻ വീട്ടിലോട്ട് പൊക്കോ. ഓക്കെ ദേവേട്ടാ. ആ, എന്താടാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? നിനക്കല്ലേ എന്തോ ജോലിയുണ്ടെന്ന് പറഞ്ഞത്? അല്ല, നിന്റെ ഉദ്ദേശം എന്താ? എന്തുദ്ദേശം? നിനക്ക് ഇന്നലെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ? ഇനി അവനെ ഊരു ചുറ്റിക്കാനും കൊണ്ടുപോകണോ? ഓ, അതാണോ? ആ പയ്യനൊരു സഹായം ചോദിക്കുമ്പോൾ എങ്ങനാടാ പറ്റില്ല എന്ന് പറയുന്നത്? വേണ്ട, ഒന്നിനോട് നോ പറഞ്ഞ് പഠിക്കണ്ട. ഇതുകൊണ്ടാണല്ലോ എല്ലാവരും കൂടി നിന്റെ തലേ കയറി നിരങ്ങുന്നത്. അത് വിട്ടേക്കടാ ഹരി. അല്ല, നീ വരുന്ന വൈകിട്ട്? പിന്നെ എൻ്റെ പട്ടി വരും. ആ ജാടത്തിൻ്റെ കൂടെ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ മുങ്ങിയത്. ഞാൻ അവൻ്റെ കൂടെ ഊരു ചുറ്റാൻ വരാൻ പോവല്ലേ? ഒന്ന് പോയടാ. നീ അങ്ങ് സഹിച്ചാൽ മതി അവനെ. ഈ ഹരി അതിന് കിട്ടില്ല. ഓ, ഇവനെ കൊണ്ട്. എടാ, ഞാനെന്നാ വീട്ടിലേക്ക് പോവാണേ. ആ, ശരിയടാ. അല്ല, നീ പോണില്ലേ? ഏയ് ഇല്ല, ഞാനേ ഇച്ചിരി കഴിഞ്ഞിട്ട് പൊക്കോളാം. എനിക്ക് ഇവിടെ കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. കുറച്ച് പണി കൂടെ ബാക്കിയുണ്ടെന്നാണോ അതോ ടീച്ചർ വരാൻ സമയമായില്ലെന്നാണോ? ഡാടാ, ചിലക്കാതെ പോവാൻ നോക്കടാ. ആ, ഞാൻ പൊക്കോളാം. ആ, ചെന്നിട്ടേ ആ അമൂൽ ബേബിക്ക് താരാട്ട് പാടിക്കൊടുക്കും. എന്നെ താരാട്ട് പാടാൻ പറഞ്ഞു വിട്ടിട്ടേ നിനക്ക് ഡ്യുവറ്റ് പാടാൻ വല്ല ഉദ്ദേശമുണ്ടോ? ദേ, കയ്യിൽ മൺവട്ടിയായിരിക്കുന്നത്. ഇത് വെച്ചൊരു വീക്ക് വരും ഞാൻ. ദേവേട്ടാ, ആഹാ, ടീച്ചർ വന്നോ? എന്നാ ടീച്ചറിൻ്റെ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോയേക്കാം. അല്ല, ദേവേട്ടൻ ഇന്ന് നേരത്തെ പോവാണോ? ആ, വീട്ടിലിത്തിരി പണിയുണ്ട് ടീച്ചറെ. നമുക്കേ നാളെ കാണാം. പിന്നെ അവനിത്തിരി ചൂടിലാട്ടോ, ഒന്ന് തണുപ്പിച്ചേക്ക്. ഡബിൾ ഓക്കെ. എന്താ? ഓ, എന്താ ഒരു ചൂട്. അല്ല, ഞാൻ ഈ അന്തരീക്ഷത്തെ പറ്റി പറഞ്ഞതാ. ഓ, ഈ ഇരുണ്ട് കൂടി നിൽക്കുന്ന കാർമേഘത്തിന് അത്രയ്ക്ക് ചൂടാണോ? പിന്നല്ലാതെ, ദേ ചൂട് എൻ്റെ മുഖത്ത് വരെ അടിക്കുന്നുണ്ട്. ടീച്ചറിന് വേറെ ഒരു പണിയില്ലല്ലേ? തൽക്കാലം ഇല്ല. ആ, അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ വായി നോക്കി ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ റെഡിയാ. മാഷിൻ്റെ ഒരനുവാദം മാത്രം മതി. ഓ, ഞാൻ അനുവാദം തന്നില്ലെങ്കിൽ ടീച്ചർ ഈ പണി നിർത്തി പോകൂ? ഏയ്, അതില്ല. ആ, ഏട്ടൻ വന്നോ? ഞാൻ ദേ എപ്പോഴും റെഡിയായി നിൽക്കുക. പെട്ടെന്ന് റെഡിയായി വാ. ഒരു5 മിനിറ്റ്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ. ദേവേട്ടാ, ആ, എന്താ ശ്രീകുട്ടി? ദേവേട്ടൻ എന്നോടൊന്നും സംസാരിക്കാനില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല.
ആ നീ എത്തിയോ ദേവ? ഹർഷനാണെങ്കിലേ നിന്നെ കുറേ നേരമായി നോക്കിയിരിക്കുക. ചെന്ന് കുളിച്ചിട്ട് വാ. ആ ശരി അമ്മേ. ഹർഷ വാ പോവാം. അല്ല, ശ്രീ വരുന്നോ ഞങ്ങളുടെ കൂടെ? ഇല്ല, നിങ്ങൾ പൊക്കോ. എന്നാ നമുക്ക് പോയാലോ? ആ വായോ. എന്ത് പറ്റി എൻ്റെ കൊച്ചിന്? ഈ മുഖത്തൊരു പുഞ്ചിരിയുടെ കുറവുണ്ടല്ലോ. അതൊന്നുമില്ല അമ്മായി. ആ അത് വെറുതെ. അല്ല, സാധാരണ ദേവൻ്റെ കൂടെ പുറത്തു പോകാൻ തുള്ളിച്ചാടി നിൽക്കുന്ന ആളാണല്ലോ. എന്നിട്ട് ഇന്നെന്താ പോകാഞ്ഞത്? അത് പിന്നെ ചെറിയൊരു തലവേദന. അയ്യോ, ഒരുപാട് വേദനിക്കുന്നുണ്ടോ മോളെ? ഇല്ല അമ്മായി, ചെറുതായിട്ടേ ഉള്ളൂ. ആ എന്നാലേ അമ്മായി പോയി തലവേദനയ്ക്കുള്ള മരുന്നെടുത്തിട്ട് വരാം. മോൾ കുറച്ചു നേരം കിടന്നോ. എത്തിയോ രണ്ടാളും? കുറച്ചു നേരം കൂടി നോക്കിയിട്ടേ, കണ്ടില്ലെങ്കിൽ നോക്കി വരാനിരിക്കുമായിരുന്നു ഏട്ടൻ. എന്തിന്? അതിന് ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് കൊച്ചുകുട്ടികളാ. എന്തായാലും രണ്ടുപേരും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. വയ്യ അമ്മായി, ആഹാരം എടുത്തു വെക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ആഹാ, ഇന്ന് എന്ത് പറ്റി എൻ്റെ കൊച്ചിന് ഇത്രയും വിശക്കാന്? സാധാരണ ഇത് പതിവുള്ളതല്ലല്ലോ. എന്തെങ്കിലും കഴിക്കണമെങ്കിലേ ഞാൻ പുറകെ നടന്ന് വിളിക്കണമല്ലോ. എന്താണെന്നറിയില്ല അമ്മായി, ഇന്നെനിക്ക് ഭയങ്കര വിശപ്പ്. ശ്രീകുട്ടി ഹർഷനും കഴിക്കാൻ വന്നില്ലേ നാത്തൂനെ? ഇല്ല ഏട്ടത്തി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഞാൻ വിളിക്കാം അമ്മായി. നീ കഴിക്കാനിരുന്നല്ലേ, ഇനിയിപ്പോൾ എഴുന്നേക്കണ്ട, ഞാൻ പോയി വിളിച്ചോളാം. അത് സാരമില്ല എൻ്റെ കൊച്ചേ, ഈ വയ്യാത്ത കാലം വെച്ചോണ്ടേ എന്തിനാ വെറുതെ ഈ കോണിപ്പടി കയറാൻ നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ പോയി വിളിച്ചോണ്ട് വന്നോളാം. അവൻ പോയി വിളിക്കട്ടെ നാത്തൂനെ, നീ അവിടെ ഇരിക്കേ. അതാണ്. ഞാൻ പറയുന്നത് നീ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കടി. ശ്രീ, നിന്നെ പോലെ ഒരാൾക്ക് പറ്റിയ പ്ലേസ് അല്ലടി ഇത്. കാര്യമൊക്കെ ശരിയാ, ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും അതുപോലെ നല്ല ആൾക്കാരും ഒക്കെയാണ്. ബട്ട് അത് മാത്രം മതിയോ നമുക്ക് ജീവിക്കാൻ? നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഈ പട്ടിക്കാട് നിന്റെ പ്രൊഫഷന് പറ്റിയതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത്രയും കഷ്ടപ്പെട്ട് നീ പഠിച്ചതെന്തിനാ? ഈ ചെളിക്കൊണ്ട് ജീവിക്കാനാണോ?
ബി പ്രാക്ടിക്കൽ ശ്രീ. നിന്റെ പ്രൊഫഷൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് അത് ബാംഗ്ലൂർ തന്നെയാണ്. അവിടെ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിലാവുന്നതാ നിന്റെ ഫ്യൂച്ചറിന് നല്ലത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ അത് കുറച്ച് ദിവസം ആസ്വദിക്കാൻ മാത്രം കൊള്ളാം. ബട്ട് അതിനപ്പുറം നിനക്കൊരു ലൈഫുണ്ട്. അതുമല്ല, ഓരോ ചീപ്പ് ഇമോഷൻസിൻ്റെ പേരിൽ അത് നീ നശിപ്പിച്ച് കളയരുത്. ശ്രീ, നീ ഇപ്പോൾ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് തീർക്കാനുള്ളതല്ല നിന്റെ ലൈഫ്. നീ ഒരു ഡോക്ടറല്ലേ? ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ നിന്റെ ഫ്യൂച്ചറിന് നല്ലത് ഏതാണെന്നും ചീത്ത ഏതാണെന്നും. പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടം കൊണ്ട് നിനക്കൊരു ഗുണമില്ല. സോ നീ നിന്റെ കരിയറിനെ പറ്റി ചിന്തിക്കാൻ നോക്ക്. ഹർഷ, എനിക്കെൻ്റെ കരിയറിനെ പറ്റി ബോധമില്ലെന്നാണോ നിൻ്റെ വിചാരം? എനിക്കറിയാം നല്ലത് ഏതാണെന്നും ചീത്ത ഏതാണെന്നും ഒക്കെ. പിന്നെ ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തതേ അത് വെറുതെ അല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളും അതുപോലെ ശരികളും ഉണ്ട്. എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ട്. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാനൊന്നും പോണില്ല. ഇനിയുള്ള എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ മുൻപ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിലൊരു മാറ്റവും തൽക്കാലം ഞാൻ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞാൽ പോലും. നീ എന്തായാലും എൻ്റെ കാര്യം ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങളുടെ ശ്രീയെ ഒരു വിഡ്ഢിയല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ട്. അതിന് എൻ്റേതായ ന്യായങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ പൊന്നുമോനി ഇതൊന്നും ആലോചിച്ച് ഇനി തല പോയ്ക്കാൻ നിൽക്കണ്ട. പോയി വല്ലതും കഴിക്കാൻ നോക്കട ചക്ക. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ആ, അവരെന്തേ ദേവാ? നീ അവരെ വിളിക്കാൻ പോയതല്ലേ? അതമ്മായി, അവരിപ്പോൾ വരും. ഞാനേ പുറത്തു വരുന്ന് പോയിട്ട് വരാം. ഈ മഴയത്തോ? ആ, ഹരി വിളിച്ചമ്മായി, പാടത്തേക്കൊന്ന് പോകണം. കഴിച്ചിട്ട് പോടാ ചക്ക, നിനക്ക് വിശക്കുന്നെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇത് കണ്ടില്ലേ ഏട്ടത്തി, വിശക്കുന്ന അമ്മായിന്നും പറഞ്ഞ് വന്ന ചെക്കനാ ദേ ഇപ്പം പിന്നെ കഴിച്ചോളാന്ന്. അവൻ്റെ കാര്യം നിനക്കറിയാലോ. ജോലിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴാണ് നേരത്തും കാലത്തും ആഹാരം കഴിച്ചിട്ടുള്ളത്? എന്നാലും കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോകാമായിരുന്നു. അല്ലേലും സ്വന്തം കാര്യം നോക്കൽ അവന് പണ്ടേ ഇല്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടെന്താ നാത്തൂനെ കാര്യം? അതിൻ്റെ ഇടയിൽ ഈ നശിച്ച മഴ എൻ്റെ കുഞ്ഞിന് ഒരു സ്വസ്ഥതയും കൊടുക്കില്ല. അമ്മായി, ആ മക്കൾ വന്നോ? വാ, വന്നിരുന്ന് കഴിക്കേ. എന്താ മോളെ, നീ എന്തേ നോക്കുന്നേ? അല്ല, അമ്മാവനും ദേവേട്ടനും എന്തേ? ആ, അമ്മാവൻ നേരത്തെ കഴിച്ചിട്ട് കിടന്നു. BP-ക്ക് ഷുഗറിനുള്ള മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ. പിന്നെ ദേവനാണെങ്കിൽ ഹരി വിളിച്ചിട്ട് പുറത്തേക്ക് പോയി. ഈ മഴയത്തോ? അവൻ എന്ത് മഴയും വെയിലുമാ മോളെ. അതങ്ങനൊരു ജന്മം. സ്വന്തം കാര്യം നോക്കാനേ അവൻ ഇപ്പോഴും അറിയില്ല. ഇങ്ങ് വരട്ടവൻ, ഞാൻ 2 കൊടുക്കുന്നുണ്ട്. വിശക്കുന്നെന്നും പറഞ്ഞ് വന്ന് കയറിയ ചെക്കനാ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയത്. ദേവാ, ഞാൻ എന്താടാ ചെയ്യേണ്ടത്? നീ പറ. എല്ലാം കൈവിട്ട് നിൽക്കുക ഞാൻ. ചുറ്റുമുള്ളത് ഇരുട്ട് മാത്രമാ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലടാ. എടാ, നീ അവളോട് എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്ക്. എന്ത് സംസാരിക്കാനാടാ? ഞാൻ അവളോട് ഇനി എന്താ സംസാരിക്കേണ്ടത്? എന്നെപ്പോലൊരാളെ അവൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളുടെ മുന്നിലേ ഈ ദേവൻ തീരെ ചെറുതാ. അവൾക്ക് ചേരുന്നവനല്ലടാ ഞാൻ എന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജീവിതത്തിലേക്ക് അവളെ ക്ഷണിക്കണമെന്നാണോ നീ പറയുന്നത്? അതിന് നിന്നെ ഇഷ്ടമല്ലെന്ന് ശ്രീകുട്ടി ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവളെന്നെ ഇഷ്ടമാണെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഹരി. ഞാനാ അർഹതയില്ലാത്തത് ആഗ്രഹിച്ചത്.
ഷെടാ, അതിന് നിനക്ക് എന്ത് അർഹതയില്ലെന്നാ നീ ഈ പറയുന്നത്? ഒന്നിനും അർഹതയില്ലടാ. നമ്മുടെ നില മറന്നേ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ ദേവാ? നീ എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നത്? നീ ഒരു കാര്യം ആലോചിക്കണം. ഈ ലോകത്ത് നീ സ്നേഹിക്കുന്നത് പോലെ അവളെ സ്നേഹിക്കാൻ വേറെ ഒരാൾക്കും പറ്റില്ല. പിന്നെ അവളിന്ന് വെറും ശ്രീകുട്ടിയിൽ നിന്നേ ഒരു ഡോക്ടർ ആയതിന് കാരണം നീയാ. നിന്റെ വിയർപ്പിന്റെ വിലയാടാ അവളുടെ ജോലി. അതിൽ കൂടുതൽ എന്തർഹതയാണ് നിനക്ക് വേണ്ടത്? അതുകൊണ്ട് അവളുടെ ജീവിതം എനിക്ക് വേണ്ടി നശിപ്പിക്കണമെന്നാണോ? അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേടാ. അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോടാ? പറ്റില്ലല്ലോ. പറ്റില്ല, അതാ സത്യം. നീ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ അവളോട് എല്ലാം തുറന്ന് സംസാരിക്കാൻ. ഇനി അത് നിനക്ക് പറ്റില്ലെന്നാണെന്നുണ്ടെങ്കിൽ ശ്രീകുട്ടിയോട് ഞാൻ സംസാരിക്കാം. അത് ശരിയാവില്ല. പിന്നെ എന്ത് ചെയ്യാനാടാ നിന്റെ ഉദ്ദേശം? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ശ്രീകുട്ടിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നടക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ കല്യാണം? അതൊന്നും ശരിയാവില്ല ഹരി. ദേവാ, ആ പയ്യൻ ശ്രീകുട്ടിയുടെ ഫ്രണ്ട് മാത്രമല്ലേ? അവർ തമ്മിൽ മറ്റെന്തെങ്കിലും? അറിയില്ല ദേവാ. നീ എന്നാ കിടന്നോ, ഞാൻ ഇറങ്ങുക. ഏട്ടാ. ആ, എന്താ രാധേ? അല്ല ഏട്ടാ, ദേവനെ ഹരി വിളിച്ചെന്നും പറഞ്ഞ് പാടത്തേക്ക് പോയതാ. ഇതുവരെ തിരിച്ചു വന്നില്ല. മഴയല്ലേ രാധേ, പാടത്തേക്ക് വീണ്ടും വെള്ളം കയറി കാണും. ഇത് പതിവുള്ളതല്ലേ, പിന്നെന്താ? അതല്ല ഏട്ടാ, എന്തോ അരുതാത്ത നടക്കാൻ പോകുന്ന പോലെ. താനെന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ദേവനെ ശ്രീകുട്ടി ശ്രദ്ധിച്ചില്ലേ ഏട്ടാ? അവർ തമ്മിൽ ഇപ്പം പഴയതുപോലൊന്നും മിണ്ടാറ് കൂടിയില്ല. കുട്ടികളുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് എനിക്കെന്തോ പേടിയാവുന്നു. അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അവരിപ്പോൾ കൊച്ചു കുട്ടികളല്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ? എന്ത് ബുദ്ധിമുട്ട്? ഒരുമിച്ച് കളിച്ച് വളർന്ന അവർക്ക് പരസ്പരം ഒന്ന് സംസാരിക്കാൻ എന്തിനാ ഇത്ര ബുദ്ധിമുട്ട്? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നുണ്ട് ഏട്ടാ. താനെന്തായാലും വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാണില്ല. ആയിരിക്കാം, പക്ഷേ എന്തോ ഒരു കാര്യം എൻ്റെ കുഞ്ഞിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഞാനും നാത്തോനും ചോദിച്ചാൽ അവനൊന്നും പറയില്ല. നിങ്ങളെ ഹരിയോടൊന്ന് ചോദിച്ചു നോക്ക്. ദേവൻ എന്തുണ്ടെങ്കിലും ഹരിയോട് പറയാതിരിക്കില്ല. ശരി, താൻ പേടിക്കണ്ട. ഞാൻ ഹരിയോടൊന്ന് സംസാരിക്കട്ടെ. അല്ല, ശ്രീകുട്ടിയുടെ കൂട്ടുകാരൻ എന്നാ തിരിച്ചു പോകുന്നത്? നാളെ കഴിഞ്ഞാൽ പോവെന്നാ മോള് പറഞ്ഞത്. എന്താ ഏട്ടാ? അല്ല, അത് കഴിഞ്ഞിട്ട് മക്കളുടെ കല്യാണത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഇനി അത് വൈകിപ്പിക്കണ്ടെന്നാ പണിക്കർ പറഞ്ഞത്. ഏട്ടത്തി. ആ നാത്തൂനെ, ദേവൻ വന്നോ? ആ വന്ന ഏട്ടത്തി. വന്നപാടെ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഏട്ടത്തി വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ശരി. രാധേമ്മേ. ആഹാ, ആരിത്? ഹരിയോ? അല്ല, എത്ര നാളായടാ ചെക്ക നിന്നെ ഒന്ന് കണ്ടിട്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നൂടെ നിനക്ക്? ഓ, എന്ത് ചെയ്യാൻ എൻ്റെ രാധേമ്മേ. എപ്പോഴും ഞാൻ വരണമെന്ന് വിചാരിക്കും. പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും തിരക്ക് വരും. അല്ല, അച്ഛനെന്തേ? അതെന്താടാ, നിനക്ക് ഏട്ടനെ മാത്രം മതിയോ? ഞങ്ങളെ ഒന്നും വേണ്ടേ? അയ്യോ, എൻ്റെ അമ്മയെ വേണ്ടെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? അത് മനസ്സിലായി. ഷെടാ, ഇനി അതിന് പിണങ്ങല്ലേ കൊച്ചേ. അച്ഛനെ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അതാ വന്ന വാക്കിന് ഞാൻ അച്ഛനെ തിരക്കിയത്.
ഏട്ടനും ദേവനുവേ കാറ് ബുക്ക് ചെയ്യാൻ പോയേക്കുവാ. കാറോ? എന്തിന്? ആ അത് പിന്നെ നമ്മുടെ ശ്രീകുട്ടിയുടെ കൂട്ടുകാരൻ കൊച്ചനില്ലേ, അതിന്ന് തിരിച്ചു പോവുക. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ നല്ല ദൂരമില്ലേ. അതുമല്ല ഈ മഴയത്ത് ബൈക്കിൽ പോകുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടേ ആ തെക്കേലെ കാറ് ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, രാവിലെ ആ കൊച്ചൻ വിളിച്ചിട്ട് വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഓട്ടം വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അശോ, എന്നിട്ട്? എന്നിട്ടെന്താ, ദേവനും ഏട്ടനും കൂടെ വേറെ ഏതോ കാറ് തപ്പി ഇറങ്ങിയതാ. ഓ. എന്തായാലും നീ ഇരിക്ക്, കുറേ നേരമായി അവർ പോയിട്ട്, മിക്കവാറും ഇപ്പോൾ വരും. അല്ല രാധേമ്മേ, ശ്രീകുട്ടി എന്തേ? അവളോ? അവൾ ആ കൊച്ചിന് കൊണ്ടുപോകാനുള്ള എന്തോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക. നീ മുകളിലോട്ട് ചെല്ല്, അവർ റൂമിലുണ്ട്. എന്നാ ശരി, ഞാനൊന്ന് പോയി ശ്രീകുട്ടിയെ കാണട്ടെ. അവള് വന്നു കഴിഞ്ഞിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. എടാ, എല്ലാം ഓക്കെ അല്ലേ? ഇനിയൊന്നും എടുക്കാനില്ലല്ലോ? ഏയ്, എല്ലാം പെർഫെക്റ്റ് ആണ്. ശ്രീകുട്ടി. ആരിത്? ഹരിയേട്ടനോ? അല്ല, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അതെന്താടി അങ്ങനൊരു ചോദ്യം? അല്ല, ഞാൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് ആരെയും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലേ നിനക്കും അങ്ങോട്ട് വരാം. അല്ലെങ്കിലും ഇവിടെ നിന്ന് അത്ര ദൂരമൊന്നും ഇല്ലല്ലോ എൻ്റെ വീട്ടിലേക്ക്. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം, നിങ്ങൾ സംസാരിക്കേ. ഇനി പറ, ഹരിയേട്ടൻ എന്തൊക്കെയാ വിശേഷങ്ങൾ? നമുക്ക് എന്തോന്ന് വിശേഷം, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അല്ല, എന്ത് പറയുന്നു നമ്മുടെ ടീച്ചർ? ഡീഡി വേണ്ട കേട്ടോ. ദേ ഹരിയേട്ടാ, ഇത്രയും ബലം പിടുത്തൊന്നും വേണ്ടാട്ടോ, അതും ആ പാവത്തിനോട്. ചിലപ്പോഴേ ഒടുക്കം അതിനെ വേറെ വല്ല ആമ്പിള്ളേരും കൊത്തിക്കൊണ്ടു പോകും. അങ്ങനെ കൊത്തിക്കൊണ്ടു പോകാതെ നോക്കാനേ എനിക്കറിയാം. അങ്ങനെ. അല്ല, എന്താ നിന്റെ ഭാവി പരിപാടി? എന്ത് പരിപാടി? തൽക്കാലം ഒരു പരിപാടിയില്ല. കുറച്ച് ദിവസമായി നിന്നെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു ഞാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണ്ടേ. എന്താ ഹരിയേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, തൽക്കാലം പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനി വരാതിരിക്കില്ലെന്ന് പറയാനും പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറ ഹരിയേട്ടാ. അതൊന്നുമില്ല. നീയും ദേവനും തമ്മിൽ ഇപ്പം മിണ്ടാറില്ലേ? അത് പിന്നെ ഇല്ല അല്ലേ? അത് ഞാനല്ല ഹരിയേട്ടാ, ഹരിയേട്ടൻ്റെ കൂട്ടുകാരനാ എന്നെ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയത്. അവൻ അങ്ങനെ ചെയ്താ നീയും അത് തന്നെ ഏറ്റുപിടിക്കുവോ? നിങ്ങളുടെ രണ്ടുപേരുടെയും പോക്ക് എങ്ങോട്ടാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊരു കാര്യം അറിയോ ദേവൻ, അവൻ നിന്നെ എത്ര ഹരി, നീ ഇങ്ങ് വന്നേ. എടാ, ഞാൻ നിന്നോട് വരാനല്ലേ പറഞ്ഞത്? എന്താ ശ്രീ, എന്തിനാ ദേവേട്ടൻ ഒച്ച ഉണ്ടാക്കിയത്? എനിക്കറിയില്ല. എന്നാ വാ, നമുക്ക് താഴത്തേക്ക് പോവാം. ഹരി, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ എന്ത് കാണിച്ചെന്നാ? എനിക്ക് അവളോട് ചിലത് പറയണമെന്നുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെറ്റാ ഹരി, പക്ഷെ അത് നിന്റെ തോന്നൽ മാത്രാ. എനിക്കൂടെ അങ്ങനെ തോന്നണ്ടേ? എന്താടാ രണ്ടും കൂടി ഒരു അടക്കം പറച്ചില്? ഏയ്, ഒന്നുമില്ലമ്മേ. എന്നാ അങ്ങോട്ട് വരാൻ നോക്ക്, ഹർഷൻ ഇറങ്ങാൻ സമയമായി. ഇതാ വരുന്നു. ഹരി, എന്താടാ? എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം നിനക്കുണ്ടെങ്കിൽ ഇനി ഒന്നിനും ശ്രമിക്കരുത്. സൗകര്യമില്ല, നീ പോടാ കോപ്പേ. എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ അവളോട് ചോദിക്കും. അത് നീ ഇനി എന്ത് വിചാരിച്ചാലും എനിക്കൊരു പുല്ലുമില്ല. ഹരി, ഒച്ച എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നിന്നെ പോലെ വാ അടച്ചിരിക്കാനേ ഈ ഹരിയെ കിട്ടില്ല. ഇവനിത്. ഹർഷ, എല്ലാം എടുത്തു വെച്ചോ മോനെ? അങ്കിൾ, എല്ലാം റെഡിയാ. അല്ല, കാർ ഇപ്പം എത്തുവോ? ഇപ്പം വരും മോനെ. എടാ, അവിടെ ചെന്നിട്ട് വിളിക്കാൻ മറക്കല്ലേ. ഉത്തരവ് പോലെ. ആൻറ്റി, താങ്ക് യു സോ മച്ച്, എന്നെ ദേവേട്ടനെ പോലെ കണ്ടതിന്. എന്താ മോനെ ഇത്? ശ്രീകുട്ടിയുടെ കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മോനല്ലേ? അപ്പോൾ എനിക്കിവിടെ എപ്പോൾ വേണേലും വരാമല്ലോ.
പിന്നെന്താ, മോൻ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. ആൻറ്റി, ഞാനിവിടെ വന്ന ദിവസം മുതൽ ആൻറ്റിയോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ ആൻറ്റിയോട് അത് ചോദിക്കാൻ വേണ്ടിയാ. ആ, എന്താ മോനെ? അത് പിന്നെ ആൻറ്റിക്ക് വിരോധമില്ലെങ്കിൽ ആൻറ്റിയുടെ മോളെ എനിക്ക് മാരേജ് ചെയ്ത് തരുമോ? ആ, എന്താ? ആൻറ്റിയുടെ ശ്രീകുട്ടിയെ എനിക്ക് തരുമോന്ന്. ഹാ, ശ്രീകുട്ടി, എന്താ ഇതൊക്കെ? എനിക്കറിയില്ലമ്മ. പിന്നെ നീ അറിയാതെയാണോ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ശ്രീക്കൊന്നും അറിയില്ല ആൻറ്റി. ശ്രീയോട് ഞാനിതുവരെ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അവളോട് പറയുന്നതിന് മുമ്പേ ആൻറ്റിയോട് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ആൻറ്റി ഒരു എസ് പറഞ്ഞാൽ ശ്രീ ഉറപ്പായിട്ട് സമ്മതിക്കും. ശ്രീക്ക് ഈ ലോകത്ത് അമ്മ മാത്രമല്ലേ ഉള്ളൂ. ആ അമ്മ പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കില്ല. അതാ ഞാൻ ഡയറക്റ്റായിട്ട് ആൻറ്റിയോട് ചോദിക്കുന്നത്. ആൻറ്റിയുടെ ശ്രീക്കുട്ടി എനിക്ക് തന്നൂടെ? ഹർഷ, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കറിയാം ഞാനിത് നിന്നോട് ആദ്യം പറയാത്തതിൽ നിനക്ക് ദേഷ്യമുണ്ടെന്ന്. ബട്ട് ആൻറ്റി ഓക്കെ പറഞ്ഞിട്ട് ഡേറ്റ് ചെയ്യാമെന്നാ ഞാൻ വിചാരിച്ചത്. ഹർഷ, ഒന്ന് നിർത്ത്. ആൻറ്റി പറ, ശ്രീ എനിക്ക് തരില്ലേ? ആൻറ്റിക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ ശ്രീയെ നല്ലതുപോലെ നോക്കിക്കൊള്ളാം. ട്രസ്റ്റ് മീ, ഞാൻ അവളെ ഒരിക്കലും ഹേർട്ട് ചെയ്യില്ല. പ്ലീസ് ആൻറ്റി, അവളെ എനിക്ക് തന്നൂടെ? മോനെ, നിനക്ക് അവളോടുള്ള ഇഷ്ടമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ശ്രീകുട്ടിയെ ഞങ്ങൾ ഞങ്ങളുടെ ഹരി... അമ്മായി, ഓ ഇവൻ. ഹർഷൻ പറഞ്ഞതിൽ എന്താ അമ്മായി തെറ്റ്? ഹർഷനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവൻ നമ്മുടെ ശ്രീക്കുട്ടിയെ നല്ലതുപോലെ നോക്കും. ശ്രീക്കുട്ടിക്ക് അവിടെ ഒരു കുറവും കാണില്ല. അമ്മായി ഇതിനെതിരെ പറയരുത്. മോനെ, നീ ഇതെന്താ ഈ പറയുന്നത്? എല്ലാം ആലോചിച്ചിട്ടാ പറയുന്നത്. അമ്മായിയായിട്ട് ഇതിനെതിരെ നിൽക്കരുത്. നമുക്ക് നമ്മുടെ ശ്രീക്കുട്ടിയുടെ സന്തോഷമല്ലേ വലുത്. ദേവാ, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ആരും ഇതിന് സമ്മതിക്കാൻ പോകുന്നില്ല. അമ്മായി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ എന്താടാ ഇങ്ങനെ? വല്ലപ്പോഴെങ്കിലും നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്ക്. അതവൻ ചിന്തിക്കത്തില്ലല്ലോ അമ്മായി. ഹരി, നീ ഒന്ന് മിണ്ടാതിരിക്കേ. എന്തിനാ അവനോട് മിണ്ടായിരിക്കാൻ പറയുന്നത്? അവൻ പറയുന്നത് ശരിയല്ലേ? അച്ഛാ, അമ്മേ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ശ്രീക്കുട്ടിയുടെ നല്ലതിന് വേണ്ടിയാ അമ്മേ. നിങ്ങളിതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇറ്റ്സ് ഓക്കെ ദേവേട്ടാ. ആൻറ്റിക്ക് സമ്മതമില്ലെങ്കിൽ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ബട്ട് താങ്ക് യു സോ മച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചതിന്. ഹർഷ, താൻ സങ്കടപ്പെടണ്ട. ഇവർക്കൊക്കെ ഇത് പെട്ടെന്ന് കേട്ടതിൻ്റെയാ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ദേവാ, നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മായി, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ചിന്തിച്ചിട്ടാണ് ഞാനിങ്ങനൊരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് അമ്മായി എതിരെ നിൽക്കരുത്. മോനെ, അമ്മായി, എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് സമ്മതമാണെന്ന് പറ. ഹർഷൻ ശ്രീകുട്ടിയെ നല്ലതുപോലെ നോക്കും, എനിക്ക് ഉറപ്പാ. ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാവരും അഭിപ്രായം പറഞ്ഞ് കളിക്കുന്നതേ എൻ്റെ ലൈഫിനെ പറ്റിയാ. എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം തീരുമാനിക്കുന്നതേ ഈ ഞാനാ. അല്ല, ദേവേട്ടൻ ആരാ? എൻ്റെ കാര്യം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ ദേവേട്ടൻ ആരാ? ശ്രീകുട്ടി. അമ്മ പ്ലീസ്, ഞാൻ ദേവേട്ടനോടാ സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് ഇതിലിടപെടാൻ ആരും വരരുത്. പറ ദേവേട്ട, എന്നോട് ചോദിക്കാതെ എൻ്റെ ലൈഫിൽ എന്തിനാ തീരുമാനം എടുക്കുന്നത്? ഞാനേ ഒരു മനുഷ്യജീവനാണെന്നുള്ള കാര്യം ദേവേട്ടൻ മറന്നോ? എന്താ, ചന്തയിൽ നിങ്ങൾ തൂക്കി വിൽക്കുന്ന വല്ല പച്ചക്കറിയും മറ്റോ ആണോ ഞാൻ ഇഷ്ടത്തിന് കച്ചവടം നടത്താൻ? ഹർഷൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കാൻ പോലും എന്താ തോന്നാഞ്ഞത്? എൻ്റെ ലൈഫേ ഞാൻ ആർക്കും തീരെഴുതി തന്നിട്ടില്ല ഇഷ്ടത്തിനങ്ങ് തീരുമാനങ്ങൾ എടുക്കാൻ. ഒരു വട്ടമെങ്കിലും എൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കാൻ തോന്നിയോ നിങ്ങൾക്ക്? ശ്രീകുട്ടി. മിണ്ടരുത്. ആവശ്യത്തിലധികം ദേവേട്ടൻ മിണ്ടിക്കഴിഞ്ഞു.
അല്ല, ഇനി എന്താ എന്നോട് പറയാനുള്ളത്? ഹോ, ഞാൻ ഹർഷനെ മാരേജ് ചെയ്യണം എന്നായിരിക്കും അല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിപ്പോവുക. ശ്രീ, ഐ ആം സോറി. നിന്നോട് ചോദിക്കാതെ ഞാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ ചൂടാവാതെ. നീ മാത്രമല്ലടാ ഇതിന് കാരണം. നീ മാത്രമല്ല എന്നെ മനസ്സിലാക്കാഞ്ഞതും. പക്ഷേ ഇത് തുടങ്ങി വെച്ചത് ഞാനല്ലേ. നിന്നോട് ചോദിക്കാതെ ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തത് തെറ്റ് തന്നെ. പക്ഷേ നീ എന്തിനാ അതിന് ദൈവേട്ടനോട് ചൂടാവുന്നത്? ഹർഷ, ഐ ആം സോറി. എനിക്ക് നിന്നെ മറ്റൊരർത്ഥത്തിൽ കാണാൻ പറ്റില്ല. നീ എന്നും എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ. നിനക്ക് ഓക്കെ അല്ലെങ്കിൽ അത് വിട്ടേക്ക്. ഇതെനിക്കങ്ങനെ വിടാൻ പറ്റില്ലടാ. നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് നിനക്ക് വേണ്ടി വാദിച്ച ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാൾ എനിക്ക് ആരാണെന്ന് നിനക്കറിയോ? നിന്റെ അറിവിൽ ശ്രീയുടെ ഗാർഡിയൻ ഏഞ്ചൽ. പക്ഷെ അതല്ല സത്യം. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ശ്രീ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് ആ മനുഷ്യനെ. ഈ ലോകത്ത് ശ്രീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ദേവനെയാ. ദേവനെ മാത്രം. അച്ഛൻ മരിച്ചിട്ട് ഞാനും അമ്മയും തനിച്ചായപ്പോഴേ എനിക്ക് തുണയായത് ഈ മനുഷ്യൻ. അന്നു മുതൽ ദേ ഈ നിമിഷം വരെ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കഷ്ടപ്പെട്ടത്. സ്വന്തം പഠിത്തം പോലും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. +2 പഠിച്ചു കഴിഞ്ഞിട്ട് കൃഷിക്കിറങ്ങിയത് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. അമ്മാവന് അസുഖം വന്നപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമന്നതാണ് എൻ്റെ ദേവേട്ടൻ. ആ മനുഷ്യൻ്റെ വീർപ്പിൻ്റെ വിലയാ ഞാനിന്ന് സമ്പാദിച്ച ഈ ജോലി പോലും. ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ വന്നപ്പോൾ പോലും എൻ്റെ ദേവേട്ടൻ സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്നെ പഠിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഈ മനുഷ്യൻ. സ്വന്തമായിട്ട് ഒന്നും ആഗ്രഹിക്കാൻ അറിയില്ല. എന്നും എല്ലാവർക്കും എല്ലാം വിട്ടുകൊടുത്തേ ശീലമുള്ളൂ. അതാ ദേ എന്നെ പോലും നിനക്ക് വിട്ടുതരാൻ തയ്യാറായത്. നീ അന്ന് പറഞ്ഞില്ലേ എൻ്റെ കരിയറിനെ പറ്റിയ സ്ഥലം ഇതല്ല ബാംഗ്ലൂരാണെന്ന്. പക്ഷേ ഞാൻ ജീവിക്കുന്നത് തന്നെ ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഞാൻ പഠിച്ചതും ഈ ജോലി വാങ്ങിയതും എല്ലാം ഈ മനുഷ്യന് വേണ്ടിയാ. ഞാൻ എവിടെയൊക്കെ പോയാലും ഇവിടെ തന്നെ തിരിച്ചെത്തും. ബിക്കോസ് ഐ ലവ് ഹിം. ദേവൻ എവിടെയാണോ അവിടെ ജീവിക്കാനാണ് ഈ ശ്രീകുട്ടിക്ക് ഇഷ്ടം. കാരണം എൻ്റെ ദൈവമായി മനുഷ്യൻ. ഐ ആം സോറി ശ്രീ. ഞാൻ കാരണം ഐ ആം റിയലി സോറി. ഹർഷ, ഇതൊന്നും ഇങ്ങനൊരു സിറ്റുവേഷനിൽ പറയണമെന്ന് ഞാൻ കരുതിയതല്ല. ദേവേട്ടൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കെൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഐ ആം സോറി. ഏയ് എന്താടി, നീ എന്തിനാ സോറി പറയുന്നത്? അതിന് നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. നിന്റെ ദേവേട്ടന് 2 അടിയുടെ കുറവുണ്ട്. ഹർഷ, ഒരു 5 മിനിറ്റ് ഞാനും വരുന്നു നിൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക്. എന്തിന്? നീ എന്തിനാ തിരിച്ചു വരുന്നത്? നിനക്ക് എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ആ ഓക്കെ, നിന്റെ ഇഷ്ടം. ഇപ്പൊ സമാധാനമായോടാ നിനക്ക്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ അവളോടെല്ലാം തുറന്ന് സംസാരിക്കാൻ. എന്താ ഹരിയേട്ടാ ഇത്? നിങ്ങളിത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരാതെ നമുക്കെല്ലാം സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാമായിരുന്നല്ലോ. അതെങ്ങനാ കൊച്ചനെ? ഞാനൊന്ന് വാ തുറക്കാൻ ഇവ സമ്മതിക്കണ്ടേ? ദേവേട്ടാ, ഇത്രയ്ക്കൊന്നും സാക്രിഫൈസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. മനുഷ്യനായാലേ കുറച്ചൊക്കെ സെൽഫിഷ് ആവാനും പഠിക്കണം. ഇപ്പം ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്തായി?
ഇനിയെങ്കിലും ഇങ്ങനൊന്നും മണ്ടത്തരം കാണിക്കരുത് കേട്ടോ. ഏട്ടത്തി, ഞാൻ പോയി ശ്രീക്കുട്ടി നോക്കിയിട്ട് വരാം. വേണ്ട നാത്തൂനെ, ശ്രീക്കുട്ടിയുടെ ദേഷ്യം നിനക്കറിയാലോ. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല. തൽക്കാലം അവളുടെ ഇഷ്ടത്തിന് അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അല്ലെങ്കിലും അവളുടെ ദേഷ്യത്തിന് ന്യായമുണ്ടല്ലോ. അത് ശരിയാ. തൽക്കാലം നീ മോളെ തടയണ്ട ജാനകി. നമ്മുടെ കുഞ്ഞല്ലേ അവള്, എവിടെ വരെ പോകാനാ? മോളെ, അമ്മേ, തൽക്കാലം ഞാനിവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നാൽ ശരിയാവില്ല. പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. വരാൻ തോന്നുമ്പം ഞാനിങ്ങ് വന്നോളാം. ഹർഷ, വരാൻ നോക്ക്. എൻ്റെ ദേവേട്ടാ, ഇത് നിങ്ങൾ വരുത്തി വെച്ചതാ. സോ തൽക്കാലം ഇത് അനുഭവിച്ചേ പറ്റൂ. അവളുടെ ഈ ദേഷ്യം മാറിയിട്ടെ അവൾ തന്നെ അവളുടെ ദേവേട്ടനെ തേടി വരും. ആൻറ്റി, ഞാനെന്നാ ഇറങ്ങുവാണേ. അങ്കിളെ, ശരിയെന്നാ. സൂക്ഷിച്ചു പോയി വാ മോനെ. അവളെ ഒന്ന് നോക്കിക്കോണേ. ഡോൺ വറി അങ്കിൾ, അവൾ എൻ്റെ ഫ്രണ്ടാണ്. അവൾക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. ശ്രീകുട്ടി, എന്താടി ഇതൊക്കെ? ഹരിയേട്ടാ, എന്നെ തടയാനാണെങ്കിൽ വേണ്ട. പിന്നെ ഈ ശ്രീകുട്ടി എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ അത് നേടിയെടുക്കാൻ എനിക്കറിയാം. മംഗലം വീട്ടിൽ ശ്രീദേവ് കൃഷ്ണയെ ഈ ശ്രീകുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാനും എനിക്കറിയാം. അതെ, സമയം കിട്ടുമ്പോൾ കൂട്ടുകാരനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. പിന്നെ ഞാൻ നാട് വിട്ടൊന്നുമല്ല പോകുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. ശ്രീ, പോകാം. അതെ, അവര് പോയി. ഇനി അങ്ങോട്ട് നോക്കി നിൽക്കണമെന്നില്ല. അല്ല, എന്തായിരുന്നു നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? അവന് 2 തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പമാ. അമ്മേ. മിണ്ടിപ്പോരുത്, ഒരു ത്യാഗി വന്നേക്കുന്നു. അമ്മായി. തൽക്കാലം എനിക്കും അതേ പറയാനുള്ളൂ. ഹാ, ഇനി എന്തായാലും പൊന്നുമോനെ അവള് വരുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ വേറെ മാർഗമില്ല. അച്ഛാ, ഞാനെന്നാ ഇറങ്ങുവാണേ. അല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനായിരുന്നു? ദേ, ഇതിനു തന്നെ ഇവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനെന്നാ ഇറങ്ങുവാണേ. അതെ, ബോധം വരുമ്പോ പാടത്തേക്ക് വന്നേക്ക്, ഞാനവിടെ കാണും. എന്താടാ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, എനിക്കെന്ത് പ്രശ്നം? അല്ല, പിന്നെ എന്തിനാണാവോ നീ വിളിക്കുന്നത്? ആ, എനിക്കെന്താ വിളിക്കാനും പാടില്ലേ? ഓ, ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വിളിക്കുന്നതേ അത്ര നല്ലതല്ല. ഹാ, അതെ അതെ, അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. ആഹാ, ടീച്ചർ വന്നോ? അല്ല, ഇന്ന് നേരത്തെ ആണല്ലോ. ഡാ ദേവാ, നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. അതിന് വീട്ടിൽ പോകുന്ന സമയമായില്ലല്ലോ. എന്നാലേ നിനക്ക് പോകാനുള്ള സമയമായി. നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക്.
എന്താടാ, നീ എന്തിനാ എന്നെ ഓടിച്ചു വിടാൻ നോക്കുന്നത്? ആ അത് ദേവേട്ടന് മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഇടയിലെ കട്ടുറുമ്പ് കളിക്കാതെ പോവാനാ മാഷ് പറഞ്ഞത്. ഹാ, ആനോടാ? എടാ, നിനക്ക് വേറൊരു പണിയില്ലേ? നീ എന്തിനാ ഇവള് പറയുന്നൊക്കെ വിശ്വസിക്കാൻ നിൽക്കുന്നത്? നീ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. പക്ഷേ നിന്റെ സംസാരം കേട്ടിട്ട് ടീച്ചർ പറയുന്ന സത്യമാണെന്ന് തോന്നല്ലോ. നിനക്ക് ഞാൻ പറയുന്നതാണോ അതോ ഇവള് പറയുന്നതാണോ വിശ്വാസം? സംശയം എന്താ? ഞാൻ പറയുന്ന തന്നെ. ദേവാ, നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുക, വെറുതെ ഇവള് പറയുന്നത് കേട്ടിട്ട് സമയം കളയാൻ നിൽക്കരുത്. കൃത്യം 10 മിനിറ്റിനുള്ളിൽ ശ്രീകുട്ടി വീട്ടിലെത്തും. അവളെ നിനക്ക് ഇപ്പം കാണണ്ടെങ്കിൽ നീ ഇവിടെ നിന്നോ. ഹേ, ശ്രീകുട്ടിയോ? ശ്രീകുട്ടി വരുന്നുണ്ടോ? വരുന്നത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എടാ ദുഷ്ട, എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? നിന്നോട് പറയണ്ടെന്നാ അവള് പറഞ്ഞത്, എന്നിട്ട് ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ലേ? ഓ, നീ പോടാ. ടീച്ചറെ, നമുക്ക് പിന്നെ കാണാട്ടോ. ഡാ, പയ്യെ പോടാ. നീ പോടാ പുല്ലേ. എന്താ? പൂജയ്ക്ക് ചിരിക്കാനൊക്കെ അറിയാല്ലേ? എന്തോന്ന്? അല്ല, ഈ ചിരി കാണാനേ നല്ല രസമുണ്ട്. അമ്മേ, അമ്മേ. ഷോ, എന്താടാ ചെറുക്ക, എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്? അല്ല, ശ്രീകുട്ടി, ശ്രീകുട്ടി എന്തേ? എൻ്റെ പൊന്നു കൊച്ചനെ, നീ ഒന്ന് ശ്വാസം നേരെ വിട്. അല്ല, ശ്രീകുട്ടി വരുമെന്ന് പറഞ്ഞായിരുന്നോ? അപ്പോൾ വന്നില്ല അല്ലേ? ഓ, ഞാൻ താമസിച്ചില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് പറ ചെക്കാ. ദേവ, ശ്രീകുട്ടി ഇന്ന് വരുമോ? ആ അമ്മായി, ഇന്ന് വരുമെന്നേ അവള് ഹരിയോട് പറഞ്ഞെന്ന്. ഹരിയോട് മാത്രമല്ല, എന്നോടും പറഞ്ഞായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ ഏട്ടാ ഇതുവരെ പറയാഞ്ഞത്? ആ, മോളാ പറഞ്ഞത് ആരോടും പറയണ്ടെന്ന്. ദേവ, നീ ഒന്ന് സൂക്ഷിച്ചോട്ടോ. അവളുടെ നോട്ടം കണ്ടിട്ട് നിനക്കൊരടി ഉറപ്പാ. അമ്മേ. അത് ഏട്ടത്തി പറഞ്ഞത് ശരിയാ. ഓ ദൈവമേ. ശ്രീകുട്ടി. അമ്മവാ. ആ, എന്താ മോളെ? ആ പണിക്കരെ കണ്ടിട്ടേ എത്രയും പെട്ടെന്നൊരു തീയതി കുറിച്ച് വാങ്ങണം. എന്നിട്ട് അമ്മാവൻ്റെ മോനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ ഇനി വേറെ ആരെങ്കിലും വന്ന് ചോദിച്ചാലുണ്ടല്ലോ, അമ്മാവൻ്റെ മോൻ ചിലപ്പോൾ എന്നെ തൂക്കി വിൽക്കും. അച്ഛാ. പോയി സംസാരിക്കടാ. ശ്രീകുട്ടി. എന്താ? എന്താണ്? എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? സോറി ശ്രീകുട്ടി. ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല. നീ ഇങ്ങനെ എൻ്റെ നേരെ മുഖം തിരിച്ച് നടക്കല്ലേ. ഞാൻ എങ്ങനെ നടന്നാലും ദേവേട്ടൻ എന്താ? എന്നോടൊന്ന് ക്ഷമിക്ക് ശ്രീകുട്ടി. അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് മനസ്സോടാണെന്നാണ് നിന്റെ വിചാരം. അങ്ങനെ അന്ന് പറയുമ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് നിനക്കറിയോ? ഇതൊക്കെ ആര് വരുത്തി വെച്ചതാ? അറിയാം, എല്ലാം എൻ്റെ തെറ്റ് തന്നെ. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്ക്. ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല.
നീ ഒന്ന് ക്ഷമിച്ചെന്ന് പറ പ്ലീസ്. എന്നാ ഇനി പറ. ആ എന്ത്? പ്രപ്പോസ് ചെയ്യും മനുഷ്യ. ഓ പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ. നിങ്ങട് പോയി വേറെ വല്ലവരും കെട്ടിക്കോ. അങ്ങനെ അങ്ങ് പോകാതെ. ഇനി എന്താ? നിനക്കറിയാലോ എനിക്കങ്ങനെ ഭംഗി വാക്കുകളൊന്നും പറയാൻ അറിയില്ലെന്ന്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ പ്രപ്പോസൊക്കെ ചെയ്യാന്ന് പറയുന്നത് തീരെ വശമില്ല. പക്ഷേ ഈ ദേവൻ്റെ ഓരോ ശ്വാസത്തിലും നീയുണ്ട്. ശ്രീകുട്ടി ഇല്ലാത്തൊരു ജീവിതം ദേവന് സങ്കല്പിക്കാൻ കൂടി പറ്റില്ല. ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ സ്നേഹിക്കാൻ അറിയാവുന്ന നല്ലൊരു മനസ്സും ഈ ദേവനുണ്ട്. ആ സ്നേഹം സ്വീകരിക്കാൻ ഈ ശ്രീകുട്ടി തയ്യാറാണോ? എൻ്റെ പൊട്ടിപ്പെണ്ണെ, എന്നെ കല്യാണം കഴിച്ച് തലേ വെക്കാനേ നിനക്ക് സമ്മതമാണോന്ന്? 100 വട്ടം സമ്മതം. എടാ, കുറച്ച് ദിവസമായിട്ട് ടീച്ചറെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. നീ അന്വേഷിച്ചില്ലേ? ഞാനെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അത്ര തന്നെ. ഓ വാശി. അല്ല, ടീച്ചർ എന്താ വരാത്തെന്ന് അന്വേഷിച്ചോ? അതിനൊന്നും നടക്കാതെ ഒരുണക്ക വാശിയും പിടിച്ചിരിക്കുക കണ്ടം പൂച്ച. ദേ, നീ വെറുതെ കാര്യം അറിയാതെ ചിലക്കല്ലേ. അതിന് ഞാനെന്ത് ചിലച്ചെന്നാ? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്നാലേ നിന്റെ ടീച്ചർ എല്ലാ ദിവസവും മുടങ്ങാതെ സ്കൂളിൽ പോകുന്നുണ്ട്, തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ അത് ഈ വഴിക്കല്ലെന്ന് മാത്രം. പിന്നെ ഏത് വഴിക്ക്? അതിന് ഈ വഴി മാത്രമല്ലല്ലോ അവളുടെ വീട്ടിലേക്കുള്ളത്. ഓ, അപ്പോൾ ടീച്ചർ പോണതും വരണതും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് അത് ഞാൻ അയ്യോ, ഇനി കിടന്നുരുളല്ലേ. അപ്പം ചുമ്മാതല്ല കുറച്ച് ദിവസമായിട്ട് ഓരോ കാര്യം പറഞ്ഞ് വൈകിട്ട് മുങ്ങുന്നത്. എടാ ചേറ്റെ, നീ കുറേ ആയില്ലേ ആ പാവത്തിനിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും നിന്റെ ഉള്ളിലുള്ളത് ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അതിന് എൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. ഓ, വിശ്വസിച്ച്. എനിക്ക് തോന്നുന്നതേ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണമായിരിക്കും ടീച്ചർ നിന്നെ കളഞ്ഞിട്ട് പോയത്. നീ നോക്കിക്കോടാ, നിന്നോടുള്ള പ്രതികാരം തീർക്കാനേ ടീച്ചർ വേറെ കിട്ടും. ഡാ, എന്തോന്നിടാ, ഒന്ന് പോടാ. ഇനി അവൾ വേറെ കിട്ടുവോ? എന്താ സംശയം? ഉറപ്പായിട്ടും കിട്ടും. ദേവേട്ടാ. ആ, ആരിത്? ടീച്ചറോ? അല്ല, ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. എന്ത് പറ്റി ടീച്ചറെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, വോൾട്ടേജ് തീരെ ഇല്ലല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. ചെറിയൊരു കല്യാണാലോചന. കല്യാണോ? എന്നിട്ടെന്താ, എൻ്റെ തീരുമാനം ഞാൻ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർക്കും സമ്മതം. എന്ന് വെച്ചാ? അത് പിന്നെ വീട്ടിൽ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെല്ലാം ശരിയായി. ഇപ്പം ചെക്കനെ അവർക്കും ഇഷ്ടമാണ്. ഉടനെ കല്യാണം വേണമെന്നാണ് അവർ പറയുന്നത്. ഇത്ര പെട്ടെന്നോ? ഇപ്പം അങ്ങനെ തീരുമാനിച്ചേക്കുന്നത്. പിന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു. അതായി ഈ വഴിക്ക് വരാൻ പറ്റാഞ്ഞത്. അപ്പോൾ ടീച്ചറിൻ്റെ കല്യാണം ഉടനെ കാണുമോ? അതൊക്കെ ചെക്കൻ്റെ വീട്ടുകാരുടെ തീരുമാനം പോലെ. എടാ, ഇനി എന്ത് നോക്കി നിൽക്കുവാ നീ? അവളെ കണ്ടോ കെട്ടിക്കൊണ്ട് പോകുന്നത് നിനക്ക് കാണണോ? അതിനെ ഈ ഹരി വേറെ ജനിക്കണം. ശരി ദേവേട്ടാ, ഞാനെന്നാ പോവുക.
അതെ. ആ എന്താ ഹരി? ഹരിയോ? ഓ, എൻ്റെ പിറകെ നടന്ന് സ്നേഹം പിടിച്ചു പറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവാന്നാണോ നിന്റെ വിചാരം? എന്താ ഇത് ഹരി? കയ്യിന്ന് വിട്ടേ. മാഷേന്ന് വിളിക്കടി. ഇനി നീ ഹരിന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടാ ടീച്ചർ പേടിച്ചു പോയോ? പിന്നെ ടീച്ചറിൻ്റെ അറിവിലേക്കായിട്ടേ ഞാനൊരു കാര്യം പറയാം. ഈ ഹരി പണ്ടേ മനസ്സിലുറപ്പിച്ചതാ ഈ നിൽക്കുന്ന ടീച്ചർ ഹരിക്കുള്ളതാണെന്ന്. അതിൻ്റെ ഇടയിൽ വേറൊരുത്തനും കയറി വരാൻ ഹരി സമ്മതിക്കില്ല. ടീച്ചറിന് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഹരി ദേ, എനിക്ക് വീട്ടിൽ പോകണം. തൽക്കാലം ടീച്ചർ പൊക്കോ. പിന്നെ വൈകുന്നേരം ഇതിലേക്കുള്ള വരവുണ്ടല്ലോ, അതിനി മുടക്കാൻ നിൽക്കണ്ട. അഥവാ അത് മുടങ്ങിയ ഞാനങ്ങ് വീട്ടിലോട്ട് കയറി വരും. എന്തിന്? വേറെന്തിനാ, ടീച്ചറെ കാണാൻ തന്നെ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ടീച്ചറെ കാണാതിരുന്നാലേ മനസ്സിനൊരു സുഖമില്ല. പിന്നെ വൈകാതെ എൻ്റെ അച്ഛനും അമ്മയും ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വരും. അവരോ? അവരെന്തിനാ വരുന്നത്? നമ്മുടെ കല്യാണം ഉറപ്പിക്കാൻ. ഓ, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കല്യാണേ എൻ്റെ അച്ഛനും അമ്മയും ഉറപ്പിച്ചിട്ടുണ്ട്. അതെനിക്കറിയാമല്ലോ. അതെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ടീച്ചറിനെ പെണ്ണ് കാണാൻ ആൾ വന്നതും അവരുടെ മുഖത്ത് നോക്കി എനിക്ക് ഹരിയെ ഇഷ്ടമാണെന്ന് ടീച്ചർ പറഞ്ഞതും, പിന്നെ കെട്ടിയ ഹരിയെ മാത്രമേ കെട്ടൂ എന്ന് പറഞ്ഞതും, പോരാത്തതിന് നമ്മൾ തമ്മിൽ അഗാധമായ പ്രണയത്തിലാണെന്നൊക്കെ ടീച്ചർ തട്ടിവിട്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഇതൊക്കെ എപ്പോ? എന്താ ടീച്ചറെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് പിന്നെ ഒരു പഞ്ചിന്. ആ പഞ്ചെനിക്ക് ഇഷ്ടമായി. അല്ലെങ്കിലും ഹരി കെട്ടാൻ പോണ പെണ്ണിനെ ഇത്രയെങ്കിലും തൻ്റെ ഇടം വേണം. അല്ലടാ, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞ? അതൊക്കെ അറിഞ്ഞ്. പിന്നെ വീട്ടുകാരോടുള്ള വാശിക്ക് ഈ വഴിക്ക് ടീച്ചർ വരാതിരുന്നതിനുള്ളതേ ഞാൻ തന്നോളാം. തൽക്കാലം ടീച്ചർ ചെല്ലാൻ നോക്ക്. ഞാനേ എൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടി നാളെ തന്നെ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വന്നോളാം. സീരിയസ്ലി? എന്തേ, ടീച്ചർക്ക് സംശയമുണ്ടോ? ഏയ്, സംശയമൊന്നുമില്ല. എന്നാ പോകാൻ നോക്ക്. ഇവിടെ നിന്നേ ഇനി അധികം കറങ്ങണ്ട. മാഷേ, ഈ ചിരി കാണാനേ നല്ല ചേലുണ്ട് കേട്ടോ. എന്താടാ? ഒന്നുമില്ലേ. അല്ല, നീ ടീച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത്? അതിനാണ് മോനെ അവളുടെ വീട്ടിലൊരുത്തനെ ഞാൻ ഡയറി മിൽക്ക് കൊടുത്ത് വളർത്തുന്നത്. അതാരാടാ? അവളുടെ അനിയൻ തന്നെ, വേറെ ആരാ? ഓ, അപ്പൊ പിടിപാടങ്ങ് അളിയൻ്റെ അടുത്താണ്. അല്ലാതെ നിന്നെ പോലെ ത്യാഗം ചെയ്യാൻ എന്നെ കിട്ടില്ല. ഓ, ആയിക്കോട്ടെ. എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ നീ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് മോനെ. പിന്നെ ടീച്ചറിന് ഇത്ര പെട്ടെന്നൊരു ആലോചന കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നാലും ടീച്ചറാണ് പുലിയാട്ടോ. എത്ര ധൈര്യത്തോടാ വീട്ടുകാരോടെല്ലാം പറഞ്ഞത്. ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാനിങ്ങനെ ബലം പിടിച്ച് നിന്നത്. പിന്നെ ഞാൻ ബലം പിടിച്ച് നിന്നാലും അവക്കറിയാം എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അതങ്ങനെ ടീച്ചറിന് മനസ്സിലാവാനാ? നീ അതിന് സ്നേഹത്തോടെ അതിനോട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? എടാ മോനെ, അതിന് സ്നേഹത്തോടെ സംസാരിക്കണമെന്നില്ല. പിന്നെ എന്നെപ്പോലൊരു വെട്ടുപോത്ത് ടീച്ചറിനെ ഇത്രയും കാലം സഹിച്ചെങ്കിലേ അതിന് പിന്നിലൊരു കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധം
ടീച്ചറിനുണ്ട്. നിനക്കില്ലാത്തതും അതാ. അതുണ്ടായിരുന്നെങ്കിലേ പണ്ടേ ശ്രീകുട്ടിയുടെ ഇഷ്ടം നീ മനസ്സിലാക്കിയേനെ. ഓ, ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. ദേവൻ കുഞ്ഞെ, ആ, എന്താ രാമേട്ടാ? കുഞ്ഞെ, ശ്രീകുട്ടി മോളില്ലേ, മോള് ഹോസ്പിറ്റലിൽ വെച്ചൊന്ന് തല കറങ്ങി വീണു. ഏ, എന്തു പറ്റിയതാ രാമേട്ടാ? അറിയില്ല കുഞ്ഞെ, മോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. ഹരി, വാടാ. അമ്മേ, ആ, നീ വന്നോ? ശ്രീകുട്ടി എന്തേ അമ്മേ? മോള് കിടക്കുവാടാ. എന്തു പറ്റിയതാ അമ്മേ? എന്താ പെട്ടെന്നൊരു തലകറക്കം? ഒന്നുമില്ലടാ ചെക്ക, നീ റൂമിലേക്ക് ചെല്ല്. ഹരി, ആ, എന്താ അച്ഛാ, ശ്രീകുട്ടിക്ക് എന്തു പറ്റിയതാ? അതൊക്കെ ഉണ്ടടാ, നീ ഇങ്ങ് വന്നേ. ആ, അമ്മായി ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ശ്രീകുട്ടിക്ക് ഇത് എന്തു പറ്റിയതാ? അത് നീ നിന്റെ ഭാര്യയോട് ചോദിക്കേ. എന്താ ശ്രീകുട്ടി ഇത്? ഇന്നും ഡ്യൂട്ടിക്ക് നീ ആഹാരം കഴിക്കാതാണോ പോയത്? ഹോ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ ആഹാരം കഴിക്കാതെ പോവരുതെന്ന്. ഡോക്ടറാണ് പോലും ഡോക്ടർ. സ്വന്തം ശരീരം സൂക്ഷിക്കാൻ അറിയത്തില്ല. ആ, നീ എങ്ങനെ രോഗികളെ ചികിത്സിക്കുന്നത്? ചിരിക്കണ്ട. കഴിഞ്ഞോ? ആ, തൽക്കാലം. എൻ്റെ ദേവേട്ടാ, എനിക്കൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ എന്താ? നീ ചുമ്മാ തലകറങ്ങി വീണതാണോ? ഏയ്, അങ്ങനെ ചുമ്മാതെ തലകറങ്ങി വീണൊന്നുമല്ല. ദേ, ഇത് കാരണോ ഞാൻ തലകറങ്ങി വീണത്. ഹാ, ഇതിലെ ഒരാളുണ്ട്, ആ ആൾ കാരണമാ ഞാൻ ഇങ്ങനെ തലകറങ്ങി വീണത്. ശ്രീകുട്ടി, ഇനി നമുക്ക് കൂട്ടായിട്ടേ മൂന്നാമതൊരാൾ കൂടി വരാൻ പോകുക. ഞാൻ എന്താ നിന്നോട് പറയാ? ഒന്നും പറയണ്ട. ഒന്നും പറയാതെ തന്നെ ഈ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ലേ. മിഴിയിൽ